ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ഒരു ശരാശരി പുകവലിക്കാരൻ്റെ ശ്വാസകോശം പരിശോധിക്കുകയാണെങ്കിൽ അത് ഏകദേശം ഇത്രത്തോളം ഉണ്ടാകും. അത് മതി നിങ്ങളെ ഒരു രോഗിയാക്കാൻ. വലിയ രോഗി അല്ലയോ ഗോപാല, നീ അറിഞ്ഞില്ലേ? ഞാനിന്ന് ചാവരപ്പൂപ്പൻകാവിൽ വരികയാണ് ഗോപാല. നിനക്കും അവിടെ വന്ന് അപ്പൂപ്പനെ കണ്ട് തൊഴുത് അനുഗ്രഹം മേടിക്കാമെൻ്റെ ഗോപാല. മുപ്പത്താറ് കൊണ്ടുപോയടാ പ്രിൻസേ. ഞാൻ ഈ സർവീസിൽ അങ്ങോട്ട് കയറിയിട്ട് ഇതിനിടയിൽ കൊള്ളാവുന്നതും കൊള്ളരുതാത്തതുമായിട്ട് ഒരുപാട് തെറ്റത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊന്നും എനിക്കൊരു റീഗ്രേറ്റും ഇല്ല. 2 ദിവസം കഴിഞ്ഞാൽ DYSP മെഡലും വാങ്ങി ഞാൻ വീട്ടിലിരുന്നാലും ഈ ജോൺ സാറ് പഴയ ജോൺ സാറ് എന്നായിരിക്കും. നീ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടേ. ജോൺ സാറിനെ കുറിച്ച് ഇനി ഒരുപാട് അറിയാനുണ്ട് എൻ്റെ പൊന്നറിയ. ചാവരപ്പൂമ്പാറ കാണാൻ നമ്മുടെ നാടിൻ്റെ ഒരു അറിയപ്പെടുന്ന ഒരു കലാകാരൻ, ഒരു സ്നേഹനിധിയായ അനിയൻ അഖിൽ ചടയമംഗലം എത്തിയിരിക്കുകയാണ്. അപ്പോൾ അഖിലിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, അഖിലിപ്പോൾ ഒരു TV പ്രോഗ്രാമിലൊക്കെ കുറേ ഷോകളിലൊക്കെ പങ്കെടുത്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് അഖിൽ തന്നെ പറയും. അഖിലേ മോനെ, അപ്പോൾ ഇപ്പോൾ ഏത് പ്രോഗ്രാമിലാണ് പങ്കെടുത്തത്? ഹായ് അഭിലാഷ് ചേട്ടാ, നമസ്കാരം. അതുപോലെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഖിലെന്നാണ്. ചടയമംഗലം സ്വദേശിയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി മിമിക്രി നാടകരംഗത്തുണ്ട്. അഭിലാഷനുമായിട്ടൊക്കെ വർഷങ്ങൾ കൊണ്ടുള്ള അടുപ്പമാണ്. അബീസ് മീഡിയയും അഭിലാഷ് അർക്കന്നൂർ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചടയമംഗലം അല്ലെങ്കിൽ ഇപ്പോൾ കൊല്ലം ജില്ലയിലും അറിയപ്പെടും എന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് കലാകാരന്മാരെ പുറമെ, അതായത് അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് കലാകാരന്മാരെ സമൂഹത്തിന് മുന്നിൽ എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ അഭിലാഷ് അർക്കന്നൂർ. അപ്പം അദ്ദേഹത്തെ ഇന്ന് കാണാൻ വരികയും, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ചാവര് അപ്പൂപ്പൻകാവാണ്. കാരണം ഈ ഒരു അപ്പൂപ്പൻകാവിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും അഭിലാഷനൊക്കെ ഇവിടെ ഒരു വേദിയിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പൂപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹത്തോടും കൂടി ഞങ്ങൾ പ്രോഗ്രാം ചെയ്തു. അത് വിജയകരമായിരുന്നു. ഞാൻ ഇപ്പോൾ മഴവിൽ മനോരമയിൽ ജനപ്രിയ പ്രോഗ്രാമായ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഇത്തവണ പോയപ്പോൾ ബമ്പർ പ്രൈസായ 50,000 രൂപ അടിച്ചിരുന്നു. ഞാൻ കടയ്ക്കൽ സ്വദേശി ഷാബു കടയ്ക്കലും ചേർന്നാണ് ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. അദ്ദേഹം ഒരു നാടക നടനാണ്, കാക്കാരശ്ശി നാടക നടനാണ്. അദ്ദേഹത്തിനൊരു ട്രൂപ്പുണ്ട്, ശിവകലാ സമിതി, നെടുമങ്ങാട് ശിവകലാ സമിതി എന്ന് പറയുന്ന ഒരു കാക്കാരശ്ശി നാടക സമിതിയുണ്ട്. ഞാനിപ്പോൾ അഭിലാഷണ്ണൻ്റെ കൂടെയും അതോടൊപ്പം കൊല്ലം ഹാസ്യമിത്ര ഉണ്ണികൃഷ്ണൻ കടയ്ക്കൽ നയിക്കുന്ന കൊല്ലം ഹാസ്യമിത്ര എന്ന പ്രോഗ്രാമിലും ഞാൻ പോകുന്നുണ്ട്. ആങ്കറിങ് ചെയ്യുന്നുണ്ട്, മിമിക്സ് സൗണ്ട് ഇമിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ഫിഗർ ചെയ്യുന്നുണ്ട്. ഫിഗർ ആലുമൂടൻ, അശോകൻ, പഴയ കമലഹാസൻ സാറ്, പുലിമുരുകനിലെ രാമയ്യ, അത്രയും ഫിഗറുകളും ചെയ്യുന്നുണ്ട്. പ്രോഗ്രാമിന് പോയതിലേ എന്തെങ്കിലും രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാനുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചടയമംഗലത്ത് തന്നെയുള്ള കാവിലെ പാട്ട് കുടുംബം എന്ന് പറയുന്ന ഒരു കുടുംബമുണ്ട്. എല്ലാവരും പാട്ടുകാരാണ്. ചേട്ടനും അനിയനും വൈഫും അവരുടെ മക്കളും എല്ലാം സിംഗേഴ്സാണ്. അപ്പോൾ അവരുടെ ഒരു പ്രോഗ്രാം തിരുവൈക്കോട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നിരുന്നു. ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പ്ലാനിങ് ഒന്നും ഇല്ലാതെ പോയതാണ്. അവരുടെ ഗാനമേളയിൽ ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാനായിട്ട് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോൾ പ്ലാനിങ് ഒന്നുമില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അഭിലാഷ് അണ്ണനും നമ്മുടെ രാജേഷ് കിങ്ങിണി, രാജീവ് ഏട്ടൻ, ഇവരെല്ലാവരും അവിടെ വേദിയിലിരിക്കുന്നു. ഞാൻ കാണികളുടെ ഇടയിൽ പോയിട്ട് ബാക്കി ഞാൻ പറയാം. അതായത് ഞങ്ങളിങ്ങനെ പ്രോഗ്രാമിന് എന്താണ് അകല് വരാൻ താമസിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ സാധാരണ നമ്മൾ പറഞ്ഞ് പ്ലാൻ ചെയ്തല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. ഞാനും രാജേഷും രാജീവും എല്ലാം കൂടി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അമ്പലത്തിൻ്റെ ഭയങ്കര ജനമായിരുന്നു വൈക്കോട്ടോണ അമ്പലത്തിൽ. അതിന് ഏറ്റവും ബാക്കിലൊരു ഭയങ്കര ബഹളം. ഏതോ ഒരു കുടിയം വന്ന് ആൾക്കാരെടുത്ത് അങ്ങോട്ടെറിയുന്നു ഇങ്ങോട്ടെറിയുന്നു. അവസാനം ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് എടാ ഇത് നമ്മുടെ അഖിലല്ലേ, അവെന്തൂടെ പിടുത്തം അടിക്കുമോ, അവെന്തോ ഇങ്ങനെ വരുന്നത്, നമ്മളിങ്ങനല്ലേ വരാൻ പറഞ്ഞത്. അപ്പം രാജീവ് അളിയൻ പറയുന്നുണ്ട്, അയ്യോ
നമ്മുടെ അഖിലല്ലേ പക്ഷേ ഒറിജിനൽ പിന്നെ പൊന്നു മോനെ നിന്റെ ആക്ടിങ് ആന്ന് പറയത്തേ ഇല്ലായിരുന്നു. അവസാനം അത് പക്ഷേ വൈറലായി മില്യൺ കണക്കിന് കയറിപ്പോയ ഒരു വീഡിയോ, ഏകദേശം ഒരു 3 മില്യൺ അടുപ്പിച്ച് ആ ഒരു വീഡിയോ ഒറ്റ ദിവസം കൊണ്ട് കയറി. നോർമലി ഞാൻ സംസാരിക്കുന്ന ഇതുപോലെ ആണെങ്കിലും ജസ്റ്റ് ഞാൻ അന്ന് ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ചെന്നിട്ട് നമ്മളെ പോയിട്ടു ചാനമ്മയിലെ അടുത്ത് ഇവിടെ ഞാൻ മോനേട്ടാ പൊളിയായിട്ടൂടാ പൊന്നൊന്നെ അഭിലാഷേ നമ്മൾ ഉണ്ട് വിടാ ഈ രീതിയിലാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാലേ ഇപ്പൊ നോർമലി നല്ല ഡ്രസ്സിങ്ങിലേക്കല്ലേ, അതിൽ അന്ന് വന്നപ്പോഴത്തേക്ക് കയ്യിലും എടുത്ത് തോർത്തൊക്കെ കെട്ടി കറക്റ്റ് നോർമൽ കണ്ടു കഴിഞ്ഞാൽ ഒരു കറക്റ്റ് നാട്ടിലൊരു ഉത്സവത്തിനൊക്കെ സാധാരണ കുറെ ചേട്ടന്മാരുണ്ടല്ലോ ഇങ്ങനെ അലുപ്പൊക്കെ ഉണ്ടാക്കുന്നത്, ആ രീതിയാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഈ കലാപ്രവർത്തനത്തിനോടൊപ്പം തന്നെ എന്തോ വർക്ക് ചെയ്യുന്നത് ഇപ്പം? ഞാൻ കലയോടൊപ്പം എനിക്ക് ഏറ്റവും ഭാഗ്യം ലഭിച്ചത് ഞാനിപ്പോൾ ആയൂര് ബിസ്മി ഹൈപ്പർ മാളിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ആയൂര് ഫേമസ് കടയല്ലേ? അതെ അതെ, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം അവിടുത്തെ മുതലാളി നിയാസിക്ക, അതുപോലെ മാനേജർ ഷമീമിക്ക, പിന്നെ അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും വളരെയധികം സപ്പോർട്ടീവായിരുന്നു. ആ ഫാമിലി എങ്ങനെയാണ്? അവരുടെ വാപ്പ തൊട്ട് അവരെല്ലാം കലാപരിപാടിക്ക് ഹരീസൊക്കെ എന്തൊരു സപ്പോർട്ടാണെന്ന് അറിയാം. ഇപ്പോഴും നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട്. കാരണം മഴവില്ലിൽ പോകുന്ന ദിവസം എനിക്ക് 7 ദിവസത്തോളം അവിടെ നിൽക്കേണ്ടി വന്നു എറണാകുളത്ത്. അപ്പം ഞാൻ ഇക്കയോട് പറഞ്ഞു പോയിട്ട് വാ, നോക്കിയിട്ട് വാ, പോയി ബമ്പർ അടിച്ചിട്ട് വാ. നമ്മുടെ ശാരിക അവിടെ വരുന്നുണ്ട് വല്ലപ്പോഴും അല്ലേ? ഇപ്പം മഴവിൽ മനോരമയ്ക്കകത്ത് അല്ല അമൃത ടിവിയിൽ തിളങ്ങിയിരിക്കുന്ന കോമഡി മാസ്റ്റേഴ്സിലെ ശാരിക അവരെ പറ്റി നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നല്ല സുഹൃത്താണ് ശാരിക എന്ന് പറയുന്നത്. അപ്പം ശാരികയ്ക്ക് ഇപ്പം ഞാൻ അവിടെ ബിസ്മിയിൽ ചെന്നതിന് ശേഷമാണ് ശാരികയെ പരിചയപ്പെടുന്നത്. അതിനുശേഷം ശാരികയുടെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടു. കാരണം ശാരികയെ പോലെയുള്ള ഒരു കുട്ടിക്ക് ഇത്രയധികം സപ്പോർട്ട് ജനങ്ങൾ കൊടുക്കുന്നു എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ശാരികയ്ക്ക് വീട് കിട്ടുന്നില്ലേ? അമൃത ടി വിക്കാരും ഷാലു പേയാട് കുറെ ടീമുകൾ ചേർന്ന് നല്ലൊരു കാര്യമാണ്. കാരണം ആ ഷാലു പേയാട് എന്നൊക്കെ പറയുന്ന ചേട്ടനോട് ഇപ്പം പറയുന്നത്, കാരണം ഈ ഒരു കുട്ടിയുടെ ഇത്രയധികം കഷ്ടപ്പാടിൽ അവർ കണ്ണു തുറന്ന് ദൈവമായിട്ടായിരിക്കാം ഒരു പക്ഷേ ശാരികയെ മാസ്റ്റേഴ്സിൽ എത്തിച്ചതും അതുവഴി ഇത്രയും ഭാഗ്യം ആ കുട്ടിക്ക് ലഭിച്ചതും. പിന്നെ അഭിലാഷണ്ണന്റെ ശാരിക എടുത്തുള്ള ഇന്റർവ്യൂ അത് വളരെയധികം നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള കലാകാരന്മാരെയും കലാകാരികളെയൊക്കെ തുടർന്നും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നിങ്ങൾ ഓരോരുത്തരും പ്രയത്നിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ മോനെ. അബീസ് മീഡിയയുടെ ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനെത്തിയ എൻ്റെ സ്നേഹനിധിയായ അനിയൻ അഖിൽ ചടയമംഗലത്തിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്, എന്താ പേര്? അനന്തു ഒരു കലാകാരനല്ലേ? എന്താണ്? അമ്പലത്തിലെ ചടയമംഗലത്ത്. അപ്പോൾ അനന്തുവിനും നിങ്ങളുടെ കലാപരിപാടികളൊക്കെ നല്ലണക്ക് എല്ലാം വിജയിക്കട്ടെ. ഇനിയും ദൈവത്തിൻ്റെയും നമ്മുടെ പ്രേക്ഷകരുടെയും സപ്പോർട്ട് കൊണ്ട് ഇനിയും ഉയരങ്ങൾ കീഴടക്കുവാൻ കഴിയട്ടെ എന്ന് അബീസ് മ്യൂസിക്കൽസ് ആശംസിച്ചു കൊള്ളുന്നു. ഓക്കെ മോനെ. ഓക്കെ.